PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. കേരള ഭരണത്തെ സംബന്ധിച്ചും മുഖ്യമന്ത്രിക്കും എതിരായിട്ട് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിക്കാത്തത് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പ്രധാനപ്പെട്ട ആളുകൾ ആരും അൻവർ ഉന്നയിച്ച കാലിക പ്രാധാന്യമർഹിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, അൻവർ പറഞ്ഞാൽ ഞാൻ മറുപടി പറയുമെന്ന് പറഞ്ഞു. ഇത്രയും ദിവസമായി അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഭരണരംഗത്തുള്ള വൻതോതിലുള്ള അഴിമതികളെപ്പറ്റിയും കൊള്ളകളെപ്പറ്റിയുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റിയുമാണ് അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് സാമൂഹ്യ വിരുദ്ധന്മാരുടെയും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും ഒക്കെ താവളമായി മാറുന്നു എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. മാഫിയകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലേ? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണം, ഇതെല്ലാം വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ, അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കേരളത്തിലെ എല്ലാ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അവിടെ നിന്നാണ് എല്ലാ മാഫിയ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഒരു ഭരണകക്ഷി MLA ആയ അൻവർ പറഞ്ഞിട്ടും ഇതുവരെ മറുപടി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പാർട്ടി അണികളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങളെ തമസ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല? അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ വാക്കിൽ തള്ളിപ്പറഞ്ഞു എന്നുള്ളതല്ലാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായും ADGP ലോ ആൻഡ് ഓർഡറിനെതിരായും അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിക്ക് എല്ലാം മറയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് എന്തെല്ലോ ഒളിക്കാനുണ്ടെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി കേരളത്തോട് പറയാൻ ബാധ്യസ്ഥനാണ്. ഹിന്ദു പത്രത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വളരെ ഗൗരവമുള്ളതാണ്. മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയെ ഒറ്റപ്പെടുത്താനും അവിടുത്തെ ജനങ്ങൾ കള്ളക്കടത്തിനും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തിനും ഒക്കെ കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂ അദ്ദേഹം ചെയ്തത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായി പോയി. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. മലപ്പുറത്തെ ജനങ്ങളാണോ ഈ കള്ളക്കടത്ത് മുഴുവൻ നടത്തുന്നത്? എയർപോർട്ട് മലപ്പുറത്തായി എന്ന് കരുതി അവിടുത്തെ ജനങ്ങളാണോ ഈ കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലൊക്കെ നടത്തുന്നത്? യഥാർത്ഥത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അത് മറച്ചു വെക്കുന്നതിന് പകരം മലപ്പുറത്തെ ജനങ്ങൾ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് എന്ന ധ്വനി ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടെ കൊച്ചിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നില്ലേ? തിരുവനന്തപുരത്ത് നടക്കുന്നില്ലേ? മറ്റ് സംസ്ഥാനങ്ങളിൽ എയർപോർട്ടുകളിൽ നടക്കുന്നില്ലേ? അതൊരു ദേശവിരുദ്ധ പ്രവർത്തനമാണ്. ആ ദേശവിരുദ്ധ പ്രവർത്തനത്തെ ദേശവിരുദ്ധ പ്രവർത്തനമായി കണ്ട് നേരിടുന്നതിന് പകരം മലപ്പുറം ജില്ലയെ പ്രത്യേകമായും മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും ആക്ഷേപിക്കത്തക്ക തരത്തിൽ അദ്ദേഹം ഈ പ്രസ്താവന കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. പൊളിറ്റിക്കൽ അജണ്ട മുഖ്യമന്ത്രിക്കാണുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വോട്ട് കിട്ടാതെ വന്നതുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് പൊളിറ്റിക്കൽ അജണ്ട. അതിന് മതന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയുക, മലപ്പുറം പോലുള്ള ജില്ലകളെ ആക്ഷേപിക്കുക, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്, ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഒരു അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആ അജണ്ട എല്ലാവർക്കും ബോധ്യപ്പെടും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഫിസിലൗട്ട് ചെയ്തു പോയി, പരാജയപ്പെട്ടു പോയി എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ മലപ്പുറം പരാമർശം.
അതെല്ലാവർക്കും ബോധ്യപ്പെട്ട ഇത് രാഷ്ട്രീയ അജണ്ടയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ അപമാനിക്കത്തക്ക നിലയിൽ പ്രസ്താവനകൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. PV അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളോടാണ് ഞങ്ങളിപ്പോൾ, ആ വിഷയങ്ങൾ ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്, പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റു കാര്യങ്ങൾ ഇതുവരെ ഞങ്ങളൊരു ഫോറത്തിലും ചർച്ച ചെയ്തിട്ടില്ല. എന്ത് വേണമെന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്.